എപ്പോഴും മനോഹരമായിട്ടുള്ള കുട്ടനാട് വേമ്പനാട്ട് കായലെന്നൊക്കെ ഇങ്ങനെ പറച്ചിൽ മാത്രം ഉണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട സമയമായി. എല്ലാവരും വിനോദത്തിന് വേണ്ടി മാത്രം, വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രം അല്ല കായലിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇതൊരിക്കലും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണരുത്. മച്ചാമരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർലി ചെയ്യുന്ന പോലത്തെ ടൈപ്പ് ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ കായലിൻ്റെ അവസ്ഥ യഥാർത്ഥമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ബാക്കിൽ കണ്ടത് നമ്മുടെ തുറവൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന കായൽ ശുചീകരണത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കായലിലെല്ലാ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും പെറുക്കുന്നൊരു വീഡിയോ ആണ് ഇന്നത്തത്. എന്നാ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മോളി രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഋതുഷ അവർ, അതുപോലെ തന്നെ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും സ്നേഹിതനെ ഉദ്ഘാടനം ചെയ്യുന്ന ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ആലപ്പുഴ ശ്രീ കെ ബാലകൃഷ്ണൻ അവർ, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ അലക്സ് വർഗീസ് അവർ എല്ലാവർക്കും ആശംസ വഹിക്കുന്ന സ്നേഹിതന്മാർ. ഈ ഒരു വേമ്പനാട്ട് കായൽ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മെഗാ ക്യാമ്പ് അപ്പോൾ എല്ലായിടത്തും നടന്നു വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു തൈക്കാട്ടുശ്ശേരി മേഖലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ പറയാറുള്ളത് ഇങ്ങനെ ഹൗസ് ബോട്ട് അതുവഴിയൊക്കെയാണ് ഇത്രയും പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കായലിൽ എത്തിച്ചേരുന്നത്. അത് കൂടാതെ തന്നെ വീടുകളിൽ നിന്നും ചെറിയ ഇടത്തോടുകളിൽ നിന്നുമൊക്കെ ഇതിനകത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മെഗാ ക്യാമ്പ്, മെഗാ ക്ലീനിങ് നടത്തി നമ്മൾ അതിൻ്റെ പുനരുജ്ജീവനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉദ്ദേശം. ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനീയനായ ആലപ്പുഴ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജ് ബഹുമാനീയനായ കെ ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കളക്ടർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് എല്ലാ ജനപ്രതിനിധികളും, നമ്മുടെ മരിച്ചുപോയ സ്റ്റീഫൻ ഹോക്കിങ് നമ്മുടെ ഭൂമിയെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓവർ പോപ്പുലേറ്റഡ്, ഓവർ പൊല്യൂട്ടഡ് പ്ലാനറ്റാണ് ഭൂമിയെന്ന്. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അധിവസിക്കാൻ പറ്റാത്ത ഇടമായി, അതായത് ജീവൻ നിലനിൽക്കാത്ത ഇടമായി ഈ ഭൂമി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കളക്ടർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ചാക്ക് കെട്ടി മിനറൽ വാട്ടറിൻ്റെയും മറ്റ് പ്ലാസ്റ്റിക് കുപ്പികളുടെയും കല്ലിട്ടിട്ട് കായലിനകത്ത് എവിടെ കൊണ്ടുപോയിട്ടാലും അവിടെ അത് പൊല്യൂഷനാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധക്കുറവെന്നേ ഞാൻ പറയും. ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു തുണ്ട് പ്ലാസ്റ്റിക് പോലും ഈ കായലിലോ പരിസരത്തിലോ വീഴാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കായലിന് നല്ല തെളിമയുള്ള ജലമായി, നമുക്ക് കുടിക്കാൻ പോലും പറ്റുന്ന ജലമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലേക്കാണ് എല്ലാ ജനപ്രതിനിധികളും നാട്ടുകാരും ഇറങ്ങേണ്ടത്. അങ്ങനെ ഇതൊരു നല്ലൊരു സംരംഭമായി നമുക്ക് രാജ്യത്തും ലോകത്തിന് തന്നെ മാതൃകയായി തീരാവുന്നൊരു പ്രയത്നമായി, ഒരു പ്രസ്ഥാനമായി ഇത് വളർത്താൻ എല്ലാ ഭാവങ്ങളും തരുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ബഹുമാനീയനായ നമ്മുടെ ആലപ്പുഴയുടെ കളക്ടർ അൽസാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമതി മേരി ടിൽഷ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്നിവിടെ ഉദ്ഘാടനം നടത്തിയ ശ്രീ കെ ബാലകൃഷ്ണൻ സാറ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ആലപ്പുഴ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. ആലപ്പുഴയെ സംബന്ധിച്ചോളം നമുക്കറിയാവുന്ന മാതിരി ഏകദേശം 13% ഭാഗം മൊത്തം വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ടതാണ്. അതിൽ തന്നെ മേജർ പങ്ക് നമ്മുടെ വേമ്പനാട് കായലാണ്.
4 ജില്ലയിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഈ ഒരു ഇതിൻ്റെ 57% നമ്മുടെ ജില്ലയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഏറ്റവും കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും വെള്ളം ഈ കിഴക്കൻ മേഖലയിൽ വരുന്ന വെള്ളം പത്തനംതിട്ട ഉൾപ്പെടെ കോട്ടയം ഉൾപ്പെടെ ഭാഗത്ത് വരുന്ന വെള്ളം മൊത്തം ഈ തോട്ടപ്പള്ളി വഴി അല്ലെങ്കിൽ നമ്മുടെ തണ്ണീർമുക്കം വഴിയാണ് ട്രെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കായൽ സംരക്ഷിക്കുക, അതിൻ്റെ അതിനെ പുനരുദ്ധരിപ്പിക്കുക ഒരു ആവശ്യം നമ്മുടെ ശ്രമമുണ്ട്. നമുക്കറിയാവുന്നവരുടെ കായലിൻ്റെ ഇത് പല സ്ഥലങ്ങൾ 1930 സ്റ്റഡി അനുസരിച്ചിട്ട് കായലിൻ്റെ 4/3 ഭാഗവും ഇപ്പം നികന്നിരിക്കുകയാണ്. ഇനി 4/1 ഭാഗം മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനുവരി മാസം 18 അതിൻ്റെ 1ാം ഘട്ടം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. നമുക്ക് ഏകദേശം 10 പഞ്ചായത്തുകൾ 2 മുനിസിപ്പാലിറ്റികളും ഇവിടെ നമ്മളോട് സഹകരിച്ചു. തന്മൂലം ഇതിൻ്റെ 12.73 ടൺ പ്ലാസ്റ്റിക് ഒറ്റ ദിവസം മാറ്റാൻ സാധിച്ചു. ക്യാമ്പയിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട തളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO ജോർജിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടേഷ്യ, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത സോമൻ, അതോടൊപ്പം തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ ഉദയപ്പൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിന്നെ സരുൺ, നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് ജീവനക്കാരും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാര്, അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അതോടൊപ്പം നമ്മുടെ ഫയർഫോഴ്സ്, അതുപോലെ ആംബുലൻസ്, മറ്റെല്ലാ സജ്ജീകരണവും, അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പിന്നെ കൂടുതൽ അനുമോദിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും, കാരണം നമ്മുടെ വള്ളത്തിൽ വന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും സഹോദരി സഹോദരന്മാരാണ്. കാരണം അവർ വെളുപ്പിനെ തന്നെ അങ്ങേയറ്റം മുതൽ തുഴഞ്ഞ് നമ്മുടെ ഈ പരിപാടിക്ക് അത് ഒരു നിസ്വാർത്ഥ സേവനം എന്നുള്ള രീതിയിലാണ് അവർ ഇന്നത്തെ ഈ പരിപാടിയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ആവേശത്തോടു കൂടിയാണ് എനിക്കൊന്നും ഇന്നലെ തന്നെ ഞാൻ അവരെ വിളിക്കുമ്പോൾ ഇന്നലെ തന്നെ അവർ പ്ലാസ്റ്റിക് പെറുക്കാൻ തുടങ്ങി. പലരും അവരുദ്ദേശിച്ചത് സാറ് കളക്ടർ ഇവിടെ വരുമ്പോൾ അവർ പ്ലാസ്റ്റിക് മുഴുവൻ കളക്ട് ചെയ്ത് ഇവിടെ വരണമെന്നാണ് ആദ്യം അവർ ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ഇന്നലെ തന്നെ പലരും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടുകൂടി കായൽ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കണ്ടുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് മുതലായ കാര്യങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരു സഹായം പഞ്ചായത്തുകൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഇല്ല നമ്മള് ഗ്യാസിന്റെ ഈ സമരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കക്കാക്കാരും മത്സ്യത്തൊഴിലാളികളും വള്ളത്തൊഴിലാളികൾക്കും ഒക്കെ പോകാനും പിടിക്കാനും ഒക്കെ ഈ വേസ്റ്റും പായലും ഒക്കെ അടിഞ്ഞു കിടക്കണതിനെ സർക്കാർ കണ്ടെത്തി നടത്തിയതിൽ അഭിനന്ദനം, നന്ദി പറയുന്നു സർക്കാരിനോടും കലക്ടറോടും ജില്ലാ ജഡ്ജിയോടും. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. പിന്നെ നാടിന് വളരെ വൈകിയാണ് ഈ സംഭവം ഇവിടെ അരങ്ങേറുന്നത്, ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ ദേ ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോവാണ് പരിപാടി. എല്ലാ വെള്ളവും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 3 വെള്ളം ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, മാസ്കും പിന്നെ ഗ്ലൗസും കാര്യങ്ങളും പിന്നെ ചാക്കും എല്ലാം തന്നിട്ടുണ്ട്. 2 കുപ്പി വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച എല്ലാവരും. അപ്പോൾ അതെ നമ്മുടെ റെസ്ക്യൂ ടീമും പിന്നെ ആംബുലൻസ് സർവീസും എല്ലാം ഉണ്ട്, പോലീസുകാരെല്ലാം ഉണ്ട്. അപ്പോൾ അതെ മാമൻ മണിക്കൂട്ട മാമനും ഞാനും കൂടിയാണ് ഈ വെള്ളത്തിൽ കയറാൻ പോകുന്നത്. മാമനും ഞാനും എത്ര ചാക്ക് എടുത്തു മാമ? ഞങ്ങൾ 5 ചാക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. 5 ചാക്ക് ഞങ്ങൾ നടക്കും. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് ഇവിടെ വാരി വെച്ചിട്ടുണ്ട്. ഒരു 2 ചാക്ക് ഇന്നലെ വാരിയായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ വരണമെങ്കിൽ പ്ലാസ്റ്റിക് നിറച്ചിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഞാനും അവനും കൂടെ കുറേ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ മാമൻ പെറുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം അത് ചാക്കിലേക്ക് ആക്കുകയാണ് നമ്മൾ. എല്ലാവരും വന്നു തുടങ്ങി. ഒരു മത്സരം പോലെയായല്ലോ. ഈ വള്ളം ഇങ്ങനെ എത്താത്ത കുറച്ച് സ്ഥലം ഉണ്ടാവും, ഇതുപോലത്തെ മറ്റേ കാടിൻ്റെ സൈഡൊക്കെ ഉണ്ടോ.
അപ്പോൾ ഞാനും അവനും കൂടി കരയിൽ ഒതുക്കിയിട്ട് കരയിൽ നടന്നുകൊണ്ട് സൈഡിലുള്ളത് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാ ഇതുപോലെ അപ്പോൾ വള്ളങ്ങൾ കയറത്തില്ല. അപ്പോൾ നമ്മുടെ വള്ളം ഇവിടെ ഒതുക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ തുഴഞ്ഞ് സൈഡിൽ എത്തിയപ്പോഴേക്കും ഇവിടെ നോക്കിയേ കുപ്പികൾ കിടക്കണം നോക്കിയേ. മദ്യത്തിൻ്റെ കുപ്പികളാണല്ലോ. ഇതാരോ കൊണ്ടുവന്നിട്ടേക്കണമെന്ന് എനിക്ക് തോന്നണം. തൈക്കാഴ്ശ്ശേരി പാലം കണ്ട, പാലത്തിൻ്റെയും പാർക്കിൻ്റെയും നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു കരയാണിത്. അവിടെ കിടക്കുന്നതാണിത് ഇത്രയും. നമുക്കൊരു ചാക്കിനുള്ളത് ഇവിടെ തന്നെയുണ്ട്. ഇത് ഒഴുകി വന്നതല്ല, ഇതെല്ലാം സെയിം ബ്രാൻഡാണ്. ഇത് കണ്ട ഇവിടെ കിടക്കുന്ന കുപ്പി, ഞങ്ങൾ എടുത്തേക്കുന്ന കുപ്പി എല്ലാം സെയിം ബ്രാൻഡാണ്. ഇത് ആരോ ചാക്കി കിട്ടിക്കൊണ്ടുവന്ന് കളഞ്ഞാണിത്. ഒരു ചാക്കിനകത്ത് ബിയറും കിടപ്പുണ്ട് കണ്ട, ബിയർ കുപ്പിയും കിടക്കുന്നുണ്ട്. 2 ചാക്കായി. അപ്പോൾ നമ്മളിത് തിരിച്ചു കൊണ്ടേ കൊടുത്തിട്ട് പോകാൻ പോകണം. നമ്മുടെ വള്ളം ചെറുതായത് കൊണ്ട് ഇത്രയും കുപ്പിയുടെ വെയിറ്റ് താങ്ങത്തില്ല. അപ്പോൾ നമ്മളിത് തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇത്രയും കുപ്പികൾ കൊടുത്തിട്ട് ചാക്ക് ഫ്രീ ആക്കിയിട്ട് നമ്മൾ വരുന്നതാണ്. പൊട്ടിയിട്ടില്ല. നമ്മളെടുത്ത കുപ്പികളെല്ലാം ഇവിടെ കൊടുത്തു. നമ്മൾ ചേച്ചിമാർക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്താണ് മാമാവൻ്റെ അഭിപ്രായം ഇതിനെപ്പറ്റി? ഇതൊരു വളരെ നല്ലൊരു കാര്യമല്ലേ, പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. താമസിച്ച് പോയല്ലേ? താമസിച്ച് അത് തന്നെയാണ് എല്ലാവരും പറയുന്നൊരു അഭിപ്രായം. താമസിച്ച് പോയി. ഇപ്പം ചെയ്തില്ലെങ്കിലും ഇപ്പോഴെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ ദോഷത്തിലേക്ക് പോകും. ഐസ് എപ്പോഴും മനോഹരമായിട്ടുള്ള കുട്ടനാട് വേമ്പനാട്ട് കായലെന്നൊക്കെ ഇങ്ങനെ പറച്ചിൽ മാത്രം ഉണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട സമയമായി എല്ലാവരും. വിനോദത്തിന് വേണ്ടി മാത്രം, വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രം അല്ല കായലിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇതൊരിക്കലും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണരുത്. ഇനിയെങ്കിലും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വരും തലമുറക്ക് വളരെ ദോഷകരമായിട്ട് മാറരുത്. അപ്പോൾ അതെ 2 ചാക്കായിട്ടുണ്ട് നമുക്ക്. ഇത്രയായിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അവരൊക്കെ വേറെ വേറെ സ്ഥലത്തായതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2 ചാക്ക് കൂടി നിറച്ചിട്ട് അവരുടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ച്. ചാക്കിനകത്ത് കുറേ പ്ലാസ്റ്റിക് കവർ. ആ കിറ്റ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ ഇറക്കമാണ് കായലിൽ. അപ്പം ഞാനും അവനും കൂടെ ഒരു 5 മിനിറ്റായിട്ട് ഈ കായലിലെ നടുക്ക് തന്നെ ഇങ്ങനെ നിൽക്കുക. ഈ പായലിങ്ങനെ ഒഴുകി വരുന്നതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ഇത്രയും കോരി ഇങ്ങനെ എടുക്കുന്നത്. ആക്ച്വലി ഇത് തൊറൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയും പുറത്ത് തൈക്കാശ്ശേരി പഞ്ചായത്തും ആണെങ്കിലും വെള്ളം ഒഴുകി വരുന്നത് വയലാർ പഞ്ചായത്തിൻ്റെ അവിടെ നിന്നാണ്, ചേർത്തല സൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ എല്ലായിടത്തും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്കിത് കുറക്കാൻ പറ്റത്തുള്ളൂ. കായലിൻ്റെ സൈഡിൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്, തങ്ങി നിൽക്കുന്നത്. ഞാൻ പഞ്ചായത്തിൻ്റെ അതിർത്തി പറഞ്ഞതല്ല, മാക്സിമം ആരും കായലുകളിലേക്ക് ഇങ്ങനെ ഇടാതെ നോക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് കുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വള്ളം നടുക്കാക്കി ഇങ്ങനെ നിർത്തിയേക്കും. അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നത് മാത്രമാണ് ഇപ്പോൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. 5 ചാക്കായിട്ടുണ്ട് മൊത്തം. ഇനി 1 ചാക്ക് കൂടെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൂടെ നിറച്ച് ഇതിൻ്റെ മേളിൽ വെക്കണം. അപ്പോൾ നമ്മുടെ വള്ളം ഇച്ചിരി ചെറുതായത് കാരണം നമ്മൾ ഇത്രയും തിങ്ങി നിറച്ചേക്കുന്നത്. ഈ ചാക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാക്കാട്ടോ, എക്സ്ട്രാ വന്നപ്പോഴേക്കും അതിൽ കൂടെ കയറ്റിയതാണ്. 3 ചാക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വള്ളക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇനി കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ 11:30 കറക്റ്റ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് എല്ലാവരും ഇതിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വള്ളം. അപ്പോൾ ബാക്കി കിട്ടുന്നതെല്ലാം, പോകുന്ന വഴി കിട്ടുന്നതെല്ലാം വള്ളത്തിൽ പെറുക്കിയിട്ടുകൊണ്ട് പോകാൻ പോവാണ്. പ്ലാസ്റ്റിക് പെറുക്കിയാണ്. അത് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ നമ്മുടെ വള്ളങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ വന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്.
അത് നമ്മളെ ചാക്കെല്ലാം ഒരൊറ്റ വള്ളത്തെ കയറ്റിയിട്ടുണ്ട്. ഇത് ഈ കടവിൽ നിന്ന് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലമില്ലേ, സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് പോകണം. അവിടെയാണ് വലിയ വണ്ടി വരുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഈ വള്ളത്തെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വേറൊരു വള്ളം കൂടി എടുത്തിട്ട് വരും. നമ്മൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമുണ്ട്. നമുക്ക് ചേച്ചിമാരോട് ചോദിക്കാം എന്നവരുടെ പ്രവർത്തനത്തിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിത് ഭയങ്കര സങ്കടമുണ്ട്. ഫേസ് കാണാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളായിട്ട് ഇണയ്ക്ക് ഒരു പ്രശ്നമാണ്. നമ്മളായിട്ട് തന്നെ ഇല്ല ഉപ്പ് നിന്നവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന രീതി നമ്മൾ തന്നെ എളുപ്പത്തിന് അങ്ങോട്ട് എറിയും. നമ്മളിത് ഒരു ഇത്തിരി കാലം കഴിയുമ്പോൾ നമ്മൾ അല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ളവരാണ്. അപ്പം നമ്മളായിട്ട് ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ കാണുന്നില്ല. അത് തന്നെ അവരെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു അഭിമാനമുള്ള കാര്യമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പ്രയത്നമാണ് ഞങ്ങൾ അമ്മമാരായി ഞങ്ങൾ ചെയ്യും, ചേട്ടന്മാരായ അവരും മറ്റുള്ള എല്ലാ സഹപ്രവർത്തകരും ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിന്നെ ഹരിതകർമ്മസേന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പഞ്ചായത്തിന്റെ എല്ലാരും കേരളം മൊത്തം എല്ലാരും ഇങ്ങനെ ചെയ്യണം. എല്ലാവരും ചെയ്യണം. അതുപോലെ ചെയ്ത ഇനിയും മാലിന്യമുക്തമാക്കാൻ സാധിക്കും. നല്ല ജീവിതം ഉണ്ടാകണം. ഒരു കാലത്ത് കുളിക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്ന കായലുകളാണ്. ഇന്ന് നമുക്ക് കുളിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇനി ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ പഴയ രീതിയിലേക്ക് നമുക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളായിട്ട് തന്നെ ഇണക്കിയെടുക്കുക. അതിനുള്ള വിരുദ്ധമായ പ്രവർത്തികളൊന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പോകാൻ സാധിക്കും. നമുക്ക് മണിക്കുട്ടൻ മാമനോടും സാബുചാനോടും ചോദിക്കാം. നിങ്ങൾ ഇട്ടോ ഇപ്പം ഞങ്ങൾ പെറുകിക്കൊള്ളാൻ ആ മനോഭാവം നിങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാവരും ഇത് ഒരു മാതൃകയായിട്ട് കാണിച്ചു തരണം. എല്ലാവരും പിന്നെ വലിച്ചെറിയാതെ ഒരു ചാക്കിനകത്ത് പെറുക്കിയിട്ട് ഹരിതകർമ്മസേനയ്ക്ക് ഇത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ എല്ലാവരും കൂടി വാരി എറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മത്സ്യബന്ധനത്തിന് നടക്കുന്നവർക്ക് ഒരു വലയിടാനോ അവനൊരു വല വീശാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ ഈ വെള്ളം ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നവർ കുടിക്കുന്നവരൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കൊണ്ട് ഇടുക. ഒരിക്കലും ഇനി കായലിലേക്ക് വലിച്ചെറിയരുത്. ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് ആരും. രാവിലത്തെ ഉദ്ഘാടന ചടങ്ങ് കണ്ട് പോയപ്പോഴത്തേക്കും ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണെന്ന് മനസ്സിലായില്ല. പക്ഷേ വെള്ളത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും കരക്കും വെള്ളത്തിൻ്റെ പുറമേയൊക്കെ വളരെ അധികം വൃത്തികേടുള്ള മാലിന്യങ്ങൾ തന്നെയാണ്. പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുമ്പോൾ പോലും അത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാത്തരം സാധനങ്ങളും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇത് ഭാവി തലമുറയ്ക്കും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം തന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷേ അതിൻ്റെ ഉപയോഗം ഏത് രീതിയിലാണെന്ന് മനുഷ്യൻ അത് അതുപോലെ തന്നെ കണ്ടെത്തണം. കൃത്യമായി റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും അത് ഒരു മാന്യതയില്ലാത്ത രീതിയിലുള്ള ഉപയോഗവും വലിച്ചെറിയലുമാണ്. അത് കായലോരങ്ങളിലും കടലിലും ഇപ്പോൾ ഇത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. ഭാവി തലമുറയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംരംഭങ്ങൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിട്ടോ ഞങ്ങൾ പെറുക്കിക്കോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഒരിക്കലും. ഇങ്ങനെ എന്തുണ്ടായാലും മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ കായലിൻ്റെ സൈഡിൽ ജീവിക്കുന്നവർ ഇതുപോലെ ഇത് പെറുക്കും എന്നുള്ളൊരു വിശ്വാസം, അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ബുദ്ധിമുട്ട് എല്ലാവരിലേക്കും എത്തിച്ചെന്നുള്ളൊരു രീതിയിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഒരിക്കലും നമുക്ക് ഈ കായലിലെ പ്ലാസ്റ്റിക് ഇത്രയും ഈ 10-20 വെള്ളം 10-25 വെള്ളം കൊണ്ട് പെറുക്കി തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം പെറുക്കിയതിൽ തന്നെ
നമ്മൾ അറിഞ്ഞോ അറിയാതെ വിട്ടിരിക്കുന്ന എത്രയോ പ്ലാസ്റ്റിക്കുകളുണ്ടെന്ന് നേരിട്ട് കണ്ടവനാണ് ഞാൻ. പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കും മാത്രമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇനി ഞാൻ പറയാം, ഞാനിത് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ്. കോഴി വേസ്റ്റ്, പിന്നെ മുടി, പിന്നെ സാനിറ്ററി പാർട്സ്, ഹൗസ് ബോട്ടുകളിൽ ട്രാവൽ ചെയ്യാൻ വരുന്നവരെല്ലാവരും പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങൾ കായലിലേക്ക് വലിച്ചെറിയാതിരിക്കുക. പിന്നെ പാലങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും ബൾക്കായിട്ടുള്ള വേസ്റ്റുകൾ, കുപ്പികൾ, കോഴി വേസ്റ്റ്, പിന്നെ ഇതുപോലെ പാട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കായലിലേക്ക് ഒരിക്കലും വലിച്ചിടാതിരിക്കുക. കരയിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചാലും വെള്ളത്തിലേക്ക് ഒരിക്കലും അരിയിടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കത്തേ ഉള്ളൂ. വേറൊരുത്തന്നെ അത് എടുക്കാത്ത പക്ഷേ അത് കായലിൽ തന്നെ കിടക്കും. മത്സ്യസമ്പത്ത് നഷ്ടപ്പെടും. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള മാർഗം പോകും. എന്നും വെച്ച് കരയിലേക്ക് വലിച്ചെറിയണം എന്നല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. പിന്നെ റോഡ് സൈഡുകളിലും പാലങ്ങളിലും ഇതുപോലെ വേസ്റ്റ് ഇടുന്നവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് നിയമത്തിൽ വരണം. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികൾ ഞാനൊരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ പാഴ്വസ്തുക്കൾ ഞാൻ വലിച്ചെറിയുകയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പരിപൂർണമായും സഹകരിക്കും. മാലിന്യമുക്തം നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു.